ഹേലോ, അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഒറ്റപ്പാലം വള്ളുവനാട് ഹോസ്പിറ്റലിലോട്ടാണ് കേട്ടോ. 5ാം മാസത്തെ സ്കാനിങ്ങിന് വേണ്ടി പോവാണ്. സാധാ സ്കാനല്ല, 3D സ്കാനാണ് ഇപ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളെത്തി, ഞാൻ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് കയറി കേട്ടോ. പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഈ മാസത്തെ സ്കാനിങ് കേട്ടോ. കാരണം ബേബി മുഖമൊന്നും കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്ന് നടന്നിട്ട് വരാൻ. കുറച്ച് നേരം നടക്കുന്നത് ശരിയാവും എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നടന്നു. സ്കാനിങ്ങിലൊന്നും കുഴപ്പമില്ല കേട്ടോ. എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോരുമ്പോൾ വാണിയംകുളത്തുള്ള അൽമാസ് ബിരിയാണി സെൻറ്ററിൽ നിന്ന് നമുക്ക് ബിരിയാണി കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം കുറച്ച് ലേറ്റായിരുന്നു സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ കേട്ടോ. അപ്പോൾ കുറച്ചധികം വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കൈയൊക്കെ കഴുകിയിരുന്നു. ഏട്ടനൊരു ബീഫ് ബിരിയാണി, ഞാൻ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. നല്ല അടിപൊളി ബിരിയാണിയായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. ബീഫ് ബിരിയാണി ആണെങ്കിലും ചിക്കൻ ബിരിയാണി ആണെങ്കിലും രസമുണ്ട്. പക്ഷെ എനിക്ക് ഒന്നുകൂടെ ഇഷ്ടപ്പെട്ടത് നമ്മുടെ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. കുറച്ച് 4 പീസ് ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പോരുമ്പോൾ ഒരു നായ നമ്മളെ ഒന്ന് പേടിപ്പിച്ചായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോന്നു കേട്ടോ. ഇതാണ് കട. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയൊക്കെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ തിരിച്ചു പോരുമ്പോൾ കൈലിയാട് എത്തിയപ്പോൾ അവിടെ എന്തോ വേലെന്തോ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോരുകയാണ് കേട്ടോ. വീട്ടിലോട്ട് പോരുമ്പോൾ ഏട്ടൻ പറഞ്ഞു നല്ല ഭംഗിയുള്ളൊരു വീടുണ്ട്, അപ്പോൾ ഈ വീഡിയോ എടുത്ത് നോക്ക് പറഞ്ഞു. അപ്പോൾ നമ്മൾ തിരിച്ചു പോരുമ്പോൾ ആ വീഡിയോ എടുത്തതാണ് കേട്ടോ. ഒന്നിതാണ്, പിന്നെ അതേപോലെ തന്നെ അപ്പുറത്ത് വേറൊരു വീടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്, ഫുൾ കട്ട പതിച്ചിട്ടുള്ളൊരു വീടാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു ട്രഡീഷണൽ ഒരു വീടാണ്. അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞ് എല്ലാം കണ്ട് നമ്മൾ തിരിച്ചു പോന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ.